Today we are going to deal with a new topic, that is stereochemistry. Okay. ഇപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഒരുപാട് റിയാക്ഷനുകൾ നമ്മൾ അതിൻ്റെ ബേസ് ലെവലിൽ പഠിക്കും, പക്ഷെ അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഓർഗാനിക് റിയാക്ഷൻസിന് ചില സ്റ്റീരിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിന് നമ്മൾ പറയുക സ്റ്റീരിയോ സെലക്ടിവിറ്റി, സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇതൊക്കെ സ്റ്റീരിയോ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പറയാൻ പോകുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റെഡി? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിച്ച് പോകുന്ന കാര്യമാണ് ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഐസോമറിസം എന്ന് പറയുന്നത്? എന്താണ് ഐസോമറിസം? ഈ ഐസോമറിസത്തിന് നമ്മൾ ഒരുപാട് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സെയിം മോളിക്കുലാർ ഫോർമുല. ഇപ്പൊ നമ്മൾ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സെയിം മോളിക്കുലാർ ഫോർമുല ഉണ്ടാവും, പക്ഷെ എന്തുണ്ട്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് വളരെ ഐസോമറിസത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഐഡന്റിക്കൽ ട്വിൻസ് രണ്ടുപേരിങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവരെ നമുക്ക് എന്താണ് കാഴ്ചയിൽ ഒരുപോലെയാണ് അല്ലെ? നമുക്ക് കാഴ്ചയിൽ ഒരുപോലെയാണ് ഇവർ രണ്ടുപേരുണ്ട്, ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ ഫിസിക്കലി മീനിങ് എടുക്കുന്ന സമയത്ത് ഇതിനെയാണ് നമ്മൾ ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ ഒരുപോലെ പക്ഷെ എന്തോ ഒരു ചെറിയ വ്യത്യാസം. ഇപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ ഒരുപോലെ ആണെങ്കിൽ പക്ഷെ സ്വഭാവം രണ്ട് രീതിക്കായിരിക്കും. ഒന്ന് നേരെ പോവാണെങ്കിൽ മറ്റേ ചിലപ്പോൾ തല തെറിച്ചുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഐസോമറിസം എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ മീനിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, റെഡി? അപ്പോ ജനറലി ഐസോമറിസം ഈസ് ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റീരിയോ ഐസോമറിസം, സെക്കൻഡ് വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം. ഓക്കെ, അപ്പൊ എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് വ്യത്യാസം? ആദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസത്തിന്റെ കാര്യം നോക്കാം. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഡിഫറെന്റ് കണക്ടിവിറ്റി. അതായത് കാർബൺ കണക്ടിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം. നമ്മൾ അതിനെ ബേസിക്കലി സ്ട്രക്ചറൽ ഐസോമറിസം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ഐസോമറിസം ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം, അതുപോലെ തന്നെ എന്താണ് മെറ്റാമറിസം, പൊസിഷൻ ഐസോമറിസം. ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾ 10ാം ക്ലാസ് ഓൺവേർഡ്സ് പഠിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആണ്. ഇവരൊക്കെ വ്യത്യാസം കാര്യം എന്താ വെച്ചാൽ സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, ബട്ട് they are differ by either structure or functional group or position of functional group എന്നുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർ വിഭിന്നമായിരിക്കും. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം. സോ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് CC connectivity is entirely different in constitutional isomerism. ഓക്കെ, ഇനി അത് സ്റ്റീരിയോ ഐസോമറിസത്തിൽ വരുന്ന സമയത്തോ നോക്കൂ, എന്താണ് സെയിം കണക്ടിവിറ്റി ആണ്. ദേ ഹാവ് സെയിം കണക്ടിവിറ്റി ബട്ട് സെയിം അല്ല, they have same connectivity but different orientation of groups in space. അതായത് ആറ്റോ മോളിക്യൂളോ, അതായത് ഒരു മോളിക്യൂളുള്ള ആറ്റംസിന്റെ
സ്പേസിലുള്ള ഓറിയന്റേഷൻ വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ഇവിടെ വെറുതെ കൊടുക്കുകയാണ്. ഓക്കെ, OH H. ഓക്കെ, ഇവിടെ ഞാൻ VT-ME. ഓക്കെ, വേറൊരാള് ET-ME HOH. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒന്നാമത്തെ കോമ്പൗണ്ടില് OH എന്ന് പറയുന്നത് വെഡ്ജിലാണ്. ഇതിന്റെ മീനിങ് ഒക്കെ നമ്മൾ പറയാൻ പോകുന്നു, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. വെഡ്ജ് എന്ന് മീൻ ചെയ്യുന്നത് ഇറ്റ്സ് ടുവേർഡ്സ് ദ ഒബ്സർവർ, ഡാഷ് മീൻസ് എവേ ഫ്രം ദ ഒബ്സർവർ. ഒന്നാമത്തെ കോമ്പൗണ്ടില്. രണ്ടാമത്തെ കോമ്പൗണ്ടില് വെഡ്ജിൽ വരുന്നത് ഹൈഡ്രജൻ ആണ്, ഡാഷിൽ വരുന്നത് OH ആണ്. സോ ഈ മോളിക്യൂളിൽ നിന്ന് ഈ മോളിക്യൂൾ എങ്ങനെ ഉണ്ടാക്കി? ഇസ് എൻറ്റയർലി ബൈ ബോൺ മേക്കിംഗ് പ്രോസസ്. അതായത് ഒന്നാമത്തെ കോമ്പൗണ്ടിൽ OH നെ ബ്രേക്ക് ചെയ്ത് അതിനെ H-ന്റെ സ്ഥാനത്ത് കൊണ്ട് ഫിറ്റ് ചെയ്തു. റൈറ്റ്. അതുപോലെ തന്നെ H-നെ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് OH-ന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. റൈറ്റ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത്. സോ ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം സ്ട്രക്ചർ, രണ്ടിനും സെയിം സ്ട്രക്ചർ ആണ്, സെയിം മോളിക്കുലാർ ഫോർമുല ആണ്. ബട്ട് they are differ by the spatial orientation of atoms or group. Okay, differ by spatial orientation. സ്പേഷ്യൽ ഓറിയന്റേഷൻ വഴിയാണ് അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പൊ ഈ സ്റ്റീരിയോ ഐസോമറിസത്തിനെ we can further classified into two, that is configurational isomerism and conformational isomerism. Configurational isomerism and conformational isomerism. A is configurational isomerism, B is conformational isomerism. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാടോ? നമുക്ക് സ്റ്റീരിയോ ഐസോമറിസത്തെ ക്ലാസിഫൈ ചെയ്യാം. നോക്കൂ, ഈ കോൺഫിഗറേഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ എക്സാമ്പിൾ കോൺഫിഗറേഷൻ ഐസോമറിസം, ദാറ്റ് ഈസ് ദീസ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ബോൺ ബ്രേക്കിംഗ് ആൻഡ് ബോൺ മേക്കിംഗ് പ്രോസസ്. ബോൺ മേക്കിംഗ് പ്രോസസ് വഴിയാണ് അവരുണ്ടാകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ എക്സാമ്പിൾ, ഇവരെ നമ്മൾ കോൺഫിഗറേഷണൽ ഐസോമറിസം എന്ന് പറയുന്നത്. whereas conformational isomers are produced by free rotation, bond rotation process, that is free rotation of CC bond in a free rotation ഫലമായിട്ടാണ് conformational isomers പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡി. അപ്പൊ ഐസോമറിസത്തെ നമ്മൾ ബ്രോഡായിട്ട് സ്റ്റീരിയോ ഐസോമറിസം എന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം എന്നും ക്ലാസിഫൈ ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം എന്ന് വെച്ചാൽ it is due to the different CC connectivity that include functional group isomerism, positional isomerism, structural isomerism, metamerism. Stereo isomers have the same connectivity, but groups are oriented in different fashion. Okay, different fashion lana groupകൾ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. Okay, this stereo isomerism is further classified into configurational isomerism and conformational isomerism. കോൺഫിഗറേഷണൽ ഐസോമറിസത്തെ നമുക്ക് പറയാം ബോൺ മേക്കിംഗ് പ്രോസസ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമുക്ക് എന്തുണ്ട്, കൈയും കാലും ഉണ്ട് അല്ലേ? റൈറ്റ്. അപ്പോ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് കൈയിനെ കാലിന്റെ പൊസിഷനിലോട്ട് മുറിച്ചു മാറ്റുക. ഓക്കെ, കാലിനെ കൈയിന്റെ സ്ഥാനത്തോട്ട് മുറിച്ചു മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കിട്ടും. റൈറ്റ്. അപ്പൊ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കൈയിനെ കാലിന്റെ സ്ഥാനത്തോട്ടും കാലിനെ കൈയിന്റെ സ്ഥാനത്തോട്ടും മാറ്റുക. ഇനി എന്താണ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ? കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നുണ്ട്. റൈറ്റ്. നമ്മൾ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്. റൈറ്റ്. ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്? കിടക്കുന്നുണ്ട്. റൈറ്റ്.
പിന്നെ അതുപോലെ കുറെ വിക്രസ് കളിക്കുന്നുണ്ട്. വിക്രസ് എന്തൊക്കെ കളിക്കുന്നുണ്ട്? കൈയിനെ മേലോട്ട് പൊക്കുന്നുണ്ട്, കാലിനൊക്കെ മേലോട്ട് പൊക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താണല്ലോ? വോയിസ് പ്രോബ്ലം ഉണ്ടോ? വോയിസ് കട്ട് ആവുന്നവർക്ക് കണക്ടിവിറ്റി പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോൺഫിഗറേഷൻ എന്ന് പറയും. അത് എന്തുകൊണ്ടാണ് കോൺഫിഗറേഷൻ ആവുന്നത്? ഇവിടെ ഒക്കെ ജോയിന്റിൽ റൊട്ടേഷനാണ് നടക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ജോയിന്റിൽ റൊട്ടേഷൻ നടന്നു, കിടക്കുന്ന സമയത്ത് ഒരു ജോയിന്റിൽ ആദ്യത്തെ റിലേറ്റീവ് ആയിട്ട് റൊട്ടേഷൻ നടന്നു, കൈ കാൽ ഒക്കുന്ന സമയത്ത് നമ്മുടെ റൊട്ടേഷൻ നടന്നു. സോ ഇതിനെയാണ് നമ്മൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതേ രീതിക്കാണ് മോളിക്യൂളിന്റെ കേസിലും സ്റ്റീരിയോ ഐസോമറിസം. അപ്പൊ ഇതിലൊക്കെ ബേസിക്കലി എന്താ? ഓറിയന്റേഷൻ ആണ് അല്ലേ? നമ്മൾ കൈ പൊക്കുന്ന സമയത്ത് കൈയിന്റെ ഓറിയന്റേഷൻ മാറി അല്ലേ? അപ്പോ ഇതൊക്കെ എന്താണ്? സ്റ്റീരിയോ ഐസോമറിസത്തിലാണ്. അപ്പൊ ഈ സ്റ്റീരിയോ ഐസോമറിസത്തെ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ എന്താ, കൺഫർമേഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞാണ്. കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൈയിനെ കാലിന്റെ സ്ഥാനത്തോട്ടും കാലിനെ കൈയിന്റെ സ്ഥാനത്തോട്ടും മാറ്റുന്നതിനെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നു, റൈറ്റ്? കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ കാര്യങ്ങളൊക്കെയാണ് കൺഫർമേഷൻ. ഇത് ഞാനൊരു ഡെയിലി ലൈഫിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഐഡിയലായിട്ട് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, റെഡി. And ഈ configurational isomerism is broadly classified into two, that is diastereomers and enantiomers. They are very important. ഇത് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളതാണ്? സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നന്നായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്ത്? ഡയാസ്റ്റീരിയോമേഴ്സ് ആൻഡ് എനാൻഷ്യോമേഴ്സ് എന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ലേറ്റർ ആയിട്ട് പറയും. എന്താണ് ഡയാസ്റ്റീരിയോമർ, എന്താണ് എനാൻഷ്യോമർ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതെന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എനാൻഷ്യോമേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, നിങ്ങളുടെ ഒരു കൈയാണിത്, നിങ്ങളുടെ വലത് കൈയാണ്. വലത് കൈയിന്റെ മിറർ ഇമേജ് ആണ് ഇതാ ഈ മിററിൽ കാണുന്നത്. റൈറ്റ്, കാണുന്നുണ്ടല്ലേ? വലത് കൈയിന്റെ മിറർ ഇമേജ് ആണ് ഈ മിററിൽ കാണുന്നത്. ഇത് ഇടത് കൈയാണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്, ഇത് റൈറ്റ് ഹാൻഡ് ആണ്. റൈറ്റ്, ഇത് റൈറ്റ് ഹാൻഡിന്റെ ഇമേജ് ആണ്. നോക്കൂ, ഈ റൈറ്റ് ഹാൻഡിന്റെ ഇമേജ് ദാറ്റ് റിസംബിൾസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിന്റെ ഇമേജ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് റിസംബിൾസ് കാണിക്കുന്നുണ്ട്, അതായത് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ വലത് കൈയും ഇടത് കൈയും റിലേറ്റ് ചെയ്തിരിക്കുന്നത് മിറർ ഇമേജ് ആയിട്ടാണ്, ഓബ്ജക്റ്റ് മിറർ ഇമേജ് ആയിട്ടാണ്. ദേ റിലേറ്റഡ് ആസ് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അതായത് വലത് കൈയിന്റെ മിറർ ഇമേജ് ആണ് ഇടത് കൈയിന്റെ മിറർ ഇമേജ് ആണ് വലത് കൈ. പക്ഷേ ഈ രണ്ട് കൈയും നിങ്ങൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നിന്നാൽ, അതായത് വലത് കൈയിനെ ഇടത് കൈയിന്റെ മുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, യു കനോട്ട് സൂപ്പർ ഇമ്പോസ്. ദാറ്റ് മീൻസ് ദേ ആർ non super imposable. They are non super imposable. അവരെന്താണ്? സൂപ്പർ ഇമ്പോസിബിൾ അല്ല. ഈ പ്രതിഭാസത്തെ, ഈ ഫിനോമിനെ പറയുന്ന പേരാണ് എനാൻഷ്യോമറിസം എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഡയാസ്റ്റീരിയോമറിസത്തിൽ യു കനോട്ട് സീ ദീസ് കൈൻഡ് ഓഫ് ഓബ്ജക്ട് മിറർ ഇമേജ് റിലേഷൻഷിപ്പ്. എവിടെ കാണാൻ പറ്റില്ല? ഡയാസ്റ്റീരിയോമറിസത്തിൽ കാണാൻ പറ്റില്ല. അതായത് ഡയാസ്റ്റീരിയോമറുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മെറിസം എന്ന് പറഞ്ഞാൽ ഫിനോമിന, മേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോമറുകളാണ്, ഓബ്ജക്റ്റുകളാണ്, മോളിക്യൂളുകളാണ്. മെറിസം എന്ന് പറഞ്ഞാൽ ഫിനോമിനയാണ്. ഓക്കെ, റെഡി. ഇതാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കൈറാലിറ്റി എന്ന് പറയുന്ന ടെർമിനോളജി. എന്താണ് കൈറാലിറ്റി? വളരെ സിമ്പിൾ ആയിട്ട് ഇത് നമുക്കിത് എവിടുന്ന് മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ കൺസെപ്റ്റിൽ നിങ്ങളുടെ വലത് കൈ കൈറാലിറ്റി, നമ്മുടെ
കൈ. ഓക്കെ, കൈ. ഓക്കെ, അപ്പൊ കൈറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൈയെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണ്, ഇത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ്, ഇത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന്റെ മിറർ ഇമേജ് ആണ്. റൈറ്റ് ഹാൻഡിന്റെ മിറർ ഇമേജ് ആണ്. റൈറ്റ് ഹാൻഡിന്റെ മിറർ ഇമേജ് ആണ്. അപ്പൊ നോക്കൂ, വലത് കൈയിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ദാറ്റ് സീംസ് ടു ബി ലെഫ്റ്റ് ഹാൻഡ്. അത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. റൈറ്റ്, ദാറ്റ് മീൻസ് വലത് കൈയും ഇടത് കൈയും ദേ റിലേറ്റഡ് ആസ് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അതായത് വലത് കൈ ഇടത് കൈയിന്റെ മിറർ ഇമേജ് ആണ്, ഇടത് കൈ വലത് കൈയിന്റെ മിറർ ഇമേജ് ആണ്. സോ നമ്മുടെ കൈകൾ ദേ റിലേറ്റഡ് ആസ് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. ബട്ട് they are non-superimposable. They are non-superimposable. That means ഈ പ്രതിഭാസത്തെയാണ് കൈറാലിറ്റി എന്ന് പറയുന്നത്. ബ്രോ, ഇതിനെ ജനറൽ ആയിട്ട് ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് കൈറാലിറ്റി. നേരത്തെ ഞാൻ അതിനെ സ്പെസിഫിക് ആയിട്ട് എനാൻഷ്യോമറിസം എന്ന് പറഞ്ഞതാണ്. ജനറലി ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ കൈറാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കൈറാലിറ്റി എന്ന് വെച്ചാല് ഒരു ഓബ്ജക്റ്റിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് അവര് തമ്മിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം. ഒരു ഓബ്ജക്റ്റും ഒരു മോളിക്യൂളും അതിന്റെ മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയി വന്നാൽ ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈറാലിറ്റി. ദാറ്റ് മീൻസ് a chiral object is one that cannot superimposed on its mirror image. Okay, on its mirror image. Ready? അപ്പൊ ഇതിനാണ് കൈറാലിറ്റി, കൈറാൽ എന്ന് പറയുന്നത്. ഇനി അക്കൈറാൽ എന്ന് പറയുന്ന ടെർമിനോളജി നോക്കൂ. ഇതൊരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസിന്റെ മിറർ ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത്. കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, ഇതെന്താണ്? ദേ ആർ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അവര് സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് അതിനെ അക്കൈറാൽ എന്ന് പറയുന്നു. അതിനെ നമുക്ക് അക്കൈറാൽ എന്ന് പറയാം. പക്ഷെ ഇവിടെ കപ്പ് നോക്കൂ. ഈ കപ്പിന്റെ മിറർ ഇമേജ് ഇതാണ്. ഇതിനെ ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ഇമ്പോസിബിൾ അല്ല. കാരണം എന്താ? ഇതിന്റെ ഹാൻഡിൽ ഇങ്ങോട്ടേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്, ഇതിന്റെ ഹാൻഡിൽ ഇങ്ങോട്ടേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് കൈറാലാണ്. ഇത് കൈറാലാണ്. അതായത് സിമെട്രിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഈ കൈറാലിറ്റി എന്ന് പറയുന്നത്. നാച്ചുറൽ ഒരുപാട് കൈറാലിറ്റി നമുക്ക് കാണാൻ പറ്റും. നാച്ചുറലുള്ള ഒരു കൈറാലിറ്റിയാണ്. നിങ്ങൾ പയർ ചെടി കണ്ടിട്ടില്ലേ? പയറിന്റെ വള്ളി, പയറിന്റെ ടെൻഡ്രിൽസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ ഒരു കൈറാലിറ്റി നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ കൈറാലിറ്റി? നാച്ചുറൽ വളരെ സിമെട്രിക് ആണ്. അതായത് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് പയറിന്റെ ഈ ടെൻഡ്രിൽസ് ഒരു മരത്തിന്മേൽ കയറുന്നതിന് ഒരു പ്രത്യേക രീതി ഉണ്ടാവും. ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞാണ് കയറുക. അത് ഇങ്ങനെ ഈ രീതിക്ക്, അതായത് ക്ലോക്ക് വൈസിൽ, ചിലപ്പോൾ അത് ക്ലോക്ക് വൈസിലായിരിക്കും കയറുക. ചില സിറ്റുവേഷനിൽ ചിലത് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ കയറുന്നതുണ്ടാവും. ഇതൊരു ഒരു വെൽ ഡിഫൈൻഡ് കൈറാലിറ്റി ആണ്. ഇതിനെ നമ്മൾ ഹെലിക്കൽ കൈറാലിറ്റി എന്ന് വിളിക്കും. ഇത് നമുക്ക് നാച്ചുറലി കാണാൻ പറ്റുന്ന ഒരു കൈറാലിറ്റിയാണ്. അപ്പൊ ഇതെന്തുകൊണ്ടാ കൈറാല്? ഈ പോകുന്ന പോക്കും ഈ പോക്കും രണ്ടും എന്താണ്? മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആണ്. ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ, ബട്ട് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ഇത് പ്രകൃതി കാണുന്ന ഒരു കൈറാലിറ്റിയാണ്. നിങ്ങൾക്ക് DNA ഹെലിക്കൽ സ്ട്രക്ചർ ഒക്കെ കാണാൻ പറ്റും. റൈറ്റ്. അപ്പൊ ഇതാണ് കൈറാലിറ്റി എന്ന ടെർമിനോളജിന്റെ മീനിങ്. കൈറാലിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ഫിസിക്കൽ മീനിങ് ഇതാണ്: ഒരു ഒബ്ജക്റ്റും അതിന്റെ മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം. അതിനെയാണ്, ആ ഫിനോമിനെയാണ് കൈറാലിറ്റി എന്ന് പറയുന്നത്. ആ ടേം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കൈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കൈ കാണിക്കുന്ന പ്രതിഭാസം ആയതുകൊണ്ട് അതിനെ കൈറാലിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, റെഡി? ഇനി നമ്മൾ ഓർഗാനിക് മോളിക്യൂളിന്റെ കുറെ റെപ്രസെന്റേഷനിലോട്ട് പോവുകയാണ്.
ആ റെപ്രസെന്റേഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ മോളിക്യൂൾ റെപ്രസെന്റേഷൻസ് ഇൻ ആൻഡ് ഇന്റർ കൺവേർഷൻ. ദ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ വേറെ ഒരേ റെപ്രസെന്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, ഓക്കെ, കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല, മൂന്ന് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് CH3 CH3 അല്ലെ, CH3 ഇതാണ് അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. അതിന്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് CH3. അതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനോ, അതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഇതാണ്. എവറി ടെർമിനൽ കറസ്പോണ്ട്സ് ടു CH3. അപ്പൊ നമ്മളൊരു വേറൊരു മോളിക്യൂൾ എടുക്കുകയാണ്, ഇതൊരു മോളിക്യൂളിന്റെ റെപ്രസെന്റേഷൻ ആണ്, അതായത് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് സിഗ്സാഗ് മാനറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? അങ്ങനെ റെപ്രസെന്റ് ചെയ്താലേ നമുക്ക് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റൂ. എവറി ടെർമിനൽ കറസ്പോണ്ട്സ് ടു CH3, every terminal corresponds to CH3 and every corner corresponds to CH2. That means a bond line representation. Okay, അപ്പോൾ നമ്മൾ എക്കണോമിക്കൽ ഡ്രോയിങ്ങിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന് CH3 CH2 CH3 CH2 CH3 ഇങ്ങനെ എഴുതേണ്ട കാര്യമല്ല. നമ്മൾ കുറച്ചുകൂടി എക്കണോമിക്കൽ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രികൾ ചിന്തിച്ച് ഈ രീതിക്കാണ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഇത് ബേസിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇനി നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് രീതിയിലുള്ള റെപ്രസെന്റേഷനുകളാണ്. ഒന്നാമത് വരുന്ന ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. എന്താണ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ? നോക്കൂ, ഇത് അതിന്റെ ബാളൻസ്റ്റിക് മോഡലാണ്, ഒരു മോളിക്യൂളിന്റെ ബാളൻസ്റ്റിക് മോഡലാണ്. ഇവിടെ നോക്കണേ, ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് CH2 CH3. It's CH2 CH3 molecule or group. This orange is nothing but CH3 and this red is OH and white is H. Okay, ഇതാണ് മോളിക്യൂളുകൾ. ഓക്കെ, ഇതിന്റെ എന്താണ്? ഇതിന്റെ എന്താണ്? ബാളൻസ്റ്റിക് മോഡലാണ്. ഇനി ഈ മോളിക്യൂളിനെ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇത് രണ്ട് വികളാണ്. ഈ ഫ്ലൈയിങ് വെഡ്ജ് മോഡൽ എന്ന് വെച്ചാൽ രണ്ട് വികളാണ്. ഈ കറുത്ത വര എന്ന് ഉദ്ദേശിച്ചത് ഈ വി ആണ്. ഈ വി അതായത് എന്താണ് ഇവിടെ CH2 CH3 ET ഗ്രൂപ്പും ഇതിനെ നമ്മൾ എത്തിൽ ഗ്രൂപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ CH3യും. ഇനി ഇവിടെ വരുന്ന ഈ വി എന്ന് പറഞ്ഞാൽ ഈ വി ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അവർ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വികളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ അത് OH-ഉം ഇവിടെ H-ഉം ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിൽ ET ഗ്രൂപ്പും CH3 ഗ്രൂപ്പും ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. ഇവര് രണ്ടുപേരും എന്താണ്? ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. പക്ഷേ ഇതില് ഈ റെഡ് OH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ഒബ്സർവർ ആണ്. ഓക്കെ, വൈൽ H ഈസ് away from the observer. അപ്പൊ ഇതിനെ നമ്മൾ സാധാരണ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനിൽ കാണിക്കുന്നത് ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറിൽ സാധാ ലൈൻ ആയിട്ട് കാണിക്കും. ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറിൽ. ഓക്കെ, ദാറ്റ് മീൻസ് ദേ ആർ ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ടുവേർഡ്സ് ദ ഒബ്സർവർ വെഡ്ജിലാണ്.
away from the observer ഡാഷിലാണ്, റൈറ്റ്. സോ ദിസ് കൈൻഡ് ഓഫ് റെപ്രസെന്റേഷൻ ഈസ് കോൾഡ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. ഇതിനെയാണ് നമ്മൾ ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ലൈനായിട്ട് വരുന്നത് ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ, നമ്മൾ വരയ്ക്കുന്ന പ്ലെയിനില് വെഡ്ജിൽ വരുന്നത് ടുവേർഡ്സ് ദ ഒബ്സർവർ, ഡാഷിൽ വരുന്നത് away from the observer. So this is the flying wedge representation. ഇത് ഒരിക്കലും മാറിപ്പോകരുത്. കാരണം നമ്മൾ പലതരത്തിലുള്ള റെപ്രസെന്റേഷനുകൾ നടത്തും, പലതരത്തിലുള്ള സ്ട്രക്ചറുകൾ വരയ്ക്കും. അപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് റെപ്രസെന്റേഷൻ അങ്ങ് പറയുള്ളൂ. അപ്പൊ അതിന്റെ മീനിങ് തറവായിരിക്കണം. വെഡ്ജ് എന്ന് വെച്ചാൽ ടുവേർഡ്സ്, കട്ടിയുള്ളതാണ്, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അടുത്തേക്ക് വരുന്നതാണ്. ഡാഷ് നിങ്ങളിൽ നിന്ന് മങ്ങിപ്പോവാണ്, ദാറ്റ് മീൻസ് അവേ ആണ്. ഓക്കെ, കട്ടിയുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് സ്ട്രോങ് ആയിട്ട് വിസിബിൾ ആണ്. ഡാഷ് മീൻസ് മങ്ങിയണ്ടാണ് അല്ലെ, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് അവേ ഫ്രം ദ ഒബ്സർവർ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് തരത്തിലുള്ള റെപ്രസെന്റേഷൻ ആണ് സാഹോസ് പ്രൊജക്ഷൻ, സാഹോസ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഇതാക്കുന്ന ഒരു ബാളാൻസ്റ്റിക് മോഡൽ തന്നിട്ടുണ്ട്. ബാളാൻസ്റ്റിക് മോഡലിൽ ബ്ലാക്ക് എന്ന് പറയുന്ന കാർബൺ ആണ്, റൈറ്റ്. വൈറ്റ് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി CC കണക്ടിവിറ്റി ആണ്. ഈ 3 ഡയമെൻഷണൽ വ്യൂ നിങ്ങൾക്ക് മനസ്സിലായി CC കണക്ടിവിറ്റി. ഫ്രണ്ടിൽ എന്തുണ്ട്, 3 CH3 ഗ്രൂപ്പുകൾ ഉണ്ട്, റൈറ്റ്. അതിന്റെ ഓറിയന്റേഷൻ ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിലുള്ളതിന്റെ ഓറിയന്റേഷൻ ഈ രീതിക്കാണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, സാഹോസ് പ്രൊജക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, CC കണക്ടിവിറ്റിയെ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ദിസ് ഈസ് CC കണക്ടിവിറ്റി. ഇനി ഫ്രണ്ട്, ദിസ് ഈസ് ദ ഫ്രണ്ട് കാർബൺ. ഓക്കെ, ദിസ് ഈസ് ബാക്ക് കാർബൺ ഓർ റിയർ കാർബൺ. ഓക്കെ, അപ്പൊ ഫ്രണ്ടില് ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ട് അല്ലെ, CH3 ഇങ്ങനെ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒന്നുണ്ട്, റൈറ്റ്. ഇതിന്റെ എക്സാക്ട് കോപ്പി. ഇനി ബാക്കിലത്തെ കേസ് ഇങ്ങനെയാണ്, ഒരു CH3 ഒന്ന് ഇങ്ങനെയാണ്, ഒന്ന് ഇങ്ങനെയാണ്. ഈ തരത്തിലുള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ സാഹോസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർ കണക്ടിവിറ്റി നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുക. ഇത് നിങ്ങൾ +1 ഓൺവേർഡ്സ് പഠിക്കുന്നതാണ്. ഓക്കെ, റെഡി, ക്ലിയർ, റെഡി. ഇത് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് നമ്മൾ ചിത്ര രചനയിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യണം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു മോളിക്യൂളിനെ നമ്മൾ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയോട് കൂടി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിന് സ്റ്റീരിയോ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഈ CH3 അപ്വേർഡ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് ആ CH3 ഡൗൺവേർഡ് ആണ്, റൈറ്റ്, ഡൗൺവേർഡ് ആണ്. ദാറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഫോർമുല, ദാറ്റ് ഈസ് ദ ചാം ഓഫ് സ്റ്റീരിയോ കെമിസ്ട്രി. ഓക്കെ, റെഡി. നെക്സ്റ്റ് തരത്തിലുള്ള പ്രൊജക്ഷൻ ആണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ഇത് നമ്മൾ സാഹോസിൽ നിന്ന് ഉണ്ടാക്കുന്ന വേരിയന്റ് ആയിട്ടുള്ളതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ നേരത്തെ സാഹോസ് പ്രൊജക്ഷൻ ഫോർമുല നമ്മൾ വരച്ചു. ഇത് ഒരു എത്തൈൻ മോളിക്യൂളിന്റെ സാഹോസ് പ്രൊജക്ഷൻ ഫോർമുലയാണ്. ഇതിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നു, ഇവിടുന്ന് നമ്മൾ മോളിക്യൂളിനെ വ്യൂ ചെയ്യാണ്. ഓക്കെ, ഇതിനെ മോളിക്യൂളിനെ നമ്മൾ നോക്കുകയാണ്, ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ വിസിബിൾ ആയിട്ട് കാണുള്ളൂ. അത് എങ്ങനെ വിസിബിൾ ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഫ്രണ്ട് കാർബൺ ആണ്, ഇത് 3 ഹൈഡ്രജനുകളാണ്. നമുക്ക് ഇതേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇത് കാണുന്നതാണ് നമ്മൾ ഇവിടെ ന്യൂമാൻ പ്രൊജക്ഷൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ന്യൂമാൻ പ്രൊജക്ഷന് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ, നമ്മൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, റെഡി. എന്നിട്ട് ഫ്രണ്ട് കാർബണിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു ട്രൈപോയിഡ് പോലെ വരയ്ക്കും. ഓക്കെ, അതായത് ഒരു 120 ഡിഫറൻസിൽ
ഇങ്ങനെ 120 ഡിഫറൻസിൽ ഒരു ട്രൈപോഡ് വരും. ഓക്കെ, ഇവിടെ കാണിച്ചതുപോലെ 120 റൈറ്റ്. ഇനി അതിന്റെ ബാക്ക് കാർബൺ തൊട്ട് പിന്നിലായിട്ട് നമുക്ക് ഇതിന് കൊപ്ലനാർ ആയതുകൊണ്ട് നമുക്കത് വിസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഇതിന്റെ റിയർ ആയിട്ട് കാണിക്കും. അത് എങ്ങനെ കാണിക്കുക? അത് ഇതാ. അപ്പൊ ഫ്രണ്ട് കാർബൺ കാണിക്കുന്ന രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാക്ക് കാർബൺ കാണിക്കുന്നത് ഈ രീതിക്കായിരിക്കും. അപ്പൊ അത് ബാക്ക് കാർബണത്തെ ഒരു ഹൈഡ്രജൻ, ബാക്ക് കാർബണത്തെ രണ്ടാമത്തെ ഹൈഡ്രജൻ, ബാക്ക് കാർബണത്തെ മൂന്നാമത്തെ ഹൈഡ്രജൻ, ഈ രീതിയിലാണ് കാണിക്കുക. ഓക്കെ, ഇതിനെയാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു അതിനെ ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് ഓൺലി ഫ്രണ്ട് വ്യൂ ഓൺലി. ഓക്കെ, ഫുൾ സ്കെലിറ്റൽ സ്ട്രക്ചർ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് കാർബൺ ഈസ് റെപ്രസെന്റഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് റെപ്രസെന്റേഷൻ ആൻഡ് ബാക്ക് കാർബൺ is just like this. Okay, ready. Now another important representation is Fisher projection formula. It's very important. Fisher projection formula. ഇത് നമ്മുടെ ഒരു ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ ആണ്. ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എ ബി C D, right? It's a flying wedge representation. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഫിസിക്കൽ മീനിങ് നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? എ ബി എന്ന് പറയുന്ന ആറ്റംസ് ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറും സി എന്ന് പറയുന്ന ആള് എബവ് ടുവേർഡ്സ് ദ ഒബ്സർവറും ഡി എന്ന് പറയുന്ന ആള് എവേ ഫ്രം ദ ഒബ്സർവർ. ഇതിനെ ഞാനൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ അതിന്റെ ചിത്രം എങ്ങനെയായി വരും? ഈ മോളിക്യൂൾ ഈ ഭാഗത്തോട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലെ? റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റാ സംഭവിക്കുക? എയും ബിയും ബിലോ ദ പ്ലെയിനിലോട്ട് പോകും, അതായത് പേപ്പറിന്റെ താഴോട്ട് പോകും. സിയും ഡിയും എബവ് ദ പ്ലെയിന് വരും. അതായത് ഇതിപ്പോ എന്താ ഇങ്ങനെ ഇതിന്റെ ചിത്രം? എ എന്ന് പറയുന്ന ബോണ്ടും സി ബി എന്ന് പറയുന്ന ബോണ്ടും ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്, റൈറ്റ്? സി സി എന്ന് പറയുന്ന ബോണ്ട് പേപ്പറിന് മുകളിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യാണ്. സി ഡി എന്ന് പറയുന്ന ബോണ്ട് പേപ്പറിന് താഴോട്ട് പോയിന്റ് ഔട്ട് ചെയ്യാണ്. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് മാറ്റാൻ സംഭവിക്കുക? എയും ബിയും താഴോട്ട് പോകും, റൈറ്റ്? എ താഴോട്ട് പോയി, അതുപോലെ തന്നെ ബിയും താഴോട്ട് പോകും. പിന്നെ സി മുകളിൽ തന്നെ ഉണ്ടാവും, ഈ ഭാഗത്തായിട്ട് ഡിയും മുകളിലോട്ട് വരും. ഈ രീതിയിലുള്ള മാറ്റം വരും. ഈ രീതിയിലുള്ള ഫ്ലൈയിങ് വെഡ്ജിനെ നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ തരത്തിലുള്ള മാറ്റം വരും. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു ക്രോസ് റെപ്രസെന്റേഷൻ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അതായത് അതില് വെർട്ടിക്കൽ എന്താണ് ഈ ഫിഷർ പ്രൊജക്ഷൻ ഒന്നും കൂടെ പറയോ? പറഞ്ഞുകൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. ഇത് നിങ്ങൾ മനസ്സ് കാണണം. ഓക്കെ, നിങ്ങൾ മനസ്സ് കണ്ടാലേ നിങ്ങൾക്ക് ആ പിടി കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റം ഉണ്ടാവുക? സി ഈ ഭാഗത്തോട്ട് വരും, ഡിയും ഈ ഭാഗത്തോട്ട് വരും, എ ബിലോ ദ പ്ലെയിനിലോട്ട് പോകും, ബിയും ബിലോ ദ പ്ലെയിനിലോട്ട് പോകും, റൈറ്റ്? അപ്പൊ അതിനെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. എ ബിലോ ദ പ്ലെയിനിൽ പോയത് എന്തിൽ കാണിച്ചു? ഡാഷിൽ കാണിച്ചു. ബി ബിലോ ദ പ്ലെയിനിൽ പോയത് ഡാഷിൽ കാണിച്ചു. സി എന്ന് പറയുന്നത് എബവ് ദ പ്ലെയിനിൽ തന്നെ ഉണ്ടാവും. കാരണം ഇത് ഈ ഭാഗത്തോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങോട്ടേറ്റല്ല റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ സി എബവ് ദ പ്ലെയിനിൽ തന്നെ ഉണ്ടാവും, ഡിയും എബവ് ദ പ്ലെയിനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എൻ്റെ മോളിക്യൂളിന് ഈ തരത്തിലുള്ള മാറ്റം സംഭവിച്ചു. ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് രണ്ട് ലൈൻ, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈനുമായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഇവിടെ ഒരു മാറ്റം കൊടുക്കുകയാണ്.
അപ്പൊ ഇത് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇത് വെർട്ടിക്കൽ ലൈൻ. അതിൽ വെർട്ടിക്കൽ ലൈനിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ എയും ബി, റൈറ്റ്. ഹൊറിസോണ്ടൽ ലൈനിൽ ഡിയും സിയും. ഈ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ. അപ്പൊ ഒരു ഫിഷർ പ്രൊജക്ഷൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ആ ഫിഷർ പ്രൊജക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാവും. അതിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ടുവേർഡ്സ് ദ ഒബ്സർവർ. ഹൊറിസോണ്ടൽ ലൈനുള്ള ഗ്രൂപ്പുകൾ ടുവേർഡ്സ് ദ ഒബ്സർവർ. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഉള്ള ലൈൻ മീൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് away from the observer. Away from the observer. That is the meaning of Fisher projection. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കാണിച്ചത്. ഇതാണ് അതിന്റെ കൺവേർഷൻ രീതി. ഓക്കെ, അപ്പൊ ഒരു ഫിഷർ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ക്രോസ് ആണ് ഉണ്ടാവുക, ഒരു പ്ലസ് മാർക്ക് ആണ് ഉണ്ടാവുക. അതിൽ വെർട്ടിക്കൽ ലൈനിലുള്ള ഗ്രൂപ്പുകൾ ദാറ്റ് ഈസ് away from the observer. അതിന്റെ മീനിങ് എന്താണ്? എയും ബിയും away from the observer. ഹൊറിസോണ്ടൽ ഉള്ളത് ഗ്രൂപ്പുകളുടെ മീനിങ് ടുവേർഡ്സ് ദ ഒബ്സർവർ. ഓക്കെ, അതായത് away എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ ദ ഡാഷ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, they are in the dash and towards observer they are in the wedge. ഓക്കെ, ഇതാണ് ഫിഷർ പ്രൊജക്ഷന്റെ മീനിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ കുറച്ച് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറാൻഡസ് നോമൻക്ലേച്ചർ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫിഷർ പ്രൊജക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ഇനി ഒരു ഫിഷർ പ്രൊജക്ഷൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ഫിഷർ പ്രൊജക്ഷൻ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒന്നും, അതായത് റൊട്ടേഷൻ, പെർമിസിബിൾ റൊട്ടേഷനും ഫോർബിഡൻ റൊട്ടേഷനും ഉണ്ട്. ഇപ്പൊ എനിക്കൊരു ഫിഷർ പ്രൊജക്ഷൻ, ഐ ഹാവ് എ ഫിഷർ പ്രൊജക്ഷൻ ലൈക്ക് ദിസ്. ഇവിടെ എ ബി സി ഡി, ദിസ് ഈസ് എ ഫിഷർ പ്രൊജക്ഷൻ. ഇതിനെ ഞാൻ 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? എന്ത് മാറ്റം സംഭവിക്കുക? അപ്പൊ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മാറ്റം സംഭവിക്കുക? ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറിൽ റൊട്ടേറ്റ് ചെയ്താൽ 180 ഡിഗ്രി ആണ്. എ എന്ത് ചെയ്യും? ബിന്റെ സ്ഥാനത്ത് വരും അല്ലെ? എ ഇവിടെ വരും, റൈറ്റ്. ബി എന്ത് ചെയ്യും? എന്റെ സ്ഥാനത്തോട്ട് പോകും, റൈറ്റ്. സി ഡിന്റെ സ്ഥാനത്തോട്ട് പോകും, ഡി സിന്റെ സ്ഥാനത്തോട്ട് പോകും, റൈറ്റ്. 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ റൊട്ടേറ്റ് ചെയ്താൽ ഈ മാറ്റം സംഭവിക്കും. എന്താ ചെയ്തത്? ഒന്നാമത്തത് 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് കോൺഫിഗറേഷനും ദേ ആർ ദ സെയിം. അവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല, കാണുന്നതിന് വ്യത്യാസം ഉണ്ടാവും. സെയിം കോൺഫിഗറേഷൻ എന്ന് പറയും. ഇങ്ങനെ ഒരു ഫിഷർ പ്രൊജക്ഷനെ നിങ്ങൾ 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറിൽ റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം സ്ട്രക്ചർ തന്നെ ആയിരിക്കും. കാഴ്ചയിൽ അത് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ദേ ആർ ദ സെയിം കോൺഫിഗറേഷൻ. സോ ദിസ് കൈൻഡ് ഓഫ് റൊട്ടേഷൻ ഈസ് അലൗഡ് റൊട്ടേഷൻ. ഇങ്ങനെ നമുക്ക് ഒരു മോളിക്യൂളിനെ കിട്ടി, നിങ്ങൾക്ക് ഒരു ഫിഷർ പ്രൊജക്ഷൻ കിട്ടി. ഈ ഫിഷർ പ്രൊജക്ഷൻ എന്താ മീനിങ്? എയും ബിയും away from the observerഉം ഡിയും സിയും എന്താണ്? ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്, റൈറ്റ്.
കിട്ടിയ സ്ട്രക്ചറിൽ പിന്നെ കിട്ടിയ സ്ട്രക്ചറിൽ എന്താണ് ബിയും എയും എവേ ഫ്രം ദ ഒബ്സർവർ തന്നെയാണ്, ഡിയും സിയും ടുവേർഡ്സ് ദ ഒബ്സർവർ തന്നെയാണ്, അതിൽ മാറ്റമില്ല. പക്ഷെ പൊസിഷനിൽ മാറ്റമുണ്ട്. എന്താണ് 180 റൊട്ടേറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഫിഷർ പ്രൊജക്ഷനിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് R&S നോമൻക്ലേച്ചർ ഒക്കെ കാണുന്ന സമയത്ത് ആവശ്യമുള്ള കൺസെപ്റ്റ് ആണ്. ഫിഷർ പ്രൊജക്ഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അലൗഡ് ആയിട്ടുള്ള ഒരേ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മോളിക്യൂളിനെ ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പറിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ വളരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ജസ്റ്റ് പറയാണ്. എ ബി സി ഇത് എസ് ആണെങ്കിൽ ഇതും എസ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അതായത് ദേ ആർ ദ സെയിം കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി ഫോർബിഡൻ ആയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? ഫോർബിഡൻ ആയിട്ടുള്ള പരിപാടി, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പരിപാടികൾ. ഓക്കെ, ഫോർബിഡൻ ആയിട്ടുള്ള പരിപാടി ഒന്ന് 180 ഡിഗ്രി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. നിങ്ങൾക്കൊരു മോളിക്യൂളിനെ ഔട്ട് ഓഫ് ദ പ്ലെയിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഇല്ലിസ്ട്രേഷൻ ആയിട്ട് നമുക്കൊരു മോളിക്യൂൾ നോക്കാം, ഒരു സ്ട്രക്ചർ നോക്കാം. എ ബി സി ഡി. ഞാൻ അതിനെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ 180 ഡിഗ്രി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ചെയ്താൽ എന്താ സംഭവിക്കുക? ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ പൊറോട്ടയൊക്കെ ചപ്പാത്തിയൊക്കെ ദോശയൊക്കെ മറിച്ചിടുന്ന പോലെ ഒറ്റ മറിച്ചിടലാണ്. റൈറ്റ്. അപ്പൊ എന്ത് മാറ്റാൻ സംഭവിക്കുക? എയും ബിയും അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ സിയും ഡിയും ഇന്റർചേഞ്ച് ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ഇയാളെ നമ്മൾ ഇങ്ങനെ ഒരു മറിച്ചിടുന്നത്. സോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ 180 ഡിഗ്രി. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ദേ ആർ നോട്ട് സെയിം, ദേ ആർ ഡിഫറെന്റ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ദ പ്ലെയിൻ നമുക്ക് ഒരു മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് കോൺഫിഗറേഷൻ ആണ് കിട്ടുക. അത് നമുക്ക് സെയിം സ്ട്രക്ചർ കിട്ടുന്നതിൽ കലാശിക്കില്ല. അതുകൊണ്ട് നമുക്കത് സെയിം സ്ട്രക്ചർ ആയി കിട്ടാത്തത് കൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഒന്നും കാണുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ മീനിങ്. റൈറ്റ്. അപ്പൊ 180 ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതുപോലെ നമുക്ക് ഫോർബിഡൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ടാമത്തത് 90 ഡിഗ്രി, അതുപോലെ തന്നെ 270 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഒന്ന് മാത്രം ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ഒരു 90 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എ ബി സി ഡി. ഓക്കെ, ദാറ്റ് ഈസ് ഐ ആം റൊട്ടേറ്റിംഗ് 90 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റാൻ സംഭവിക്കുക? 90 ഡിഗ്രിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? എ സിന്റെ സ്ഥാനത്ത് വരും, സി ബിന്റെ സ്ഥാനത്ത് വരും. റൈറ്റ്. ബി ഇവിടെ വരും, ഡി ഇവിടെ വരും. ഈ മാറ്റാണ് സംഭവിക്കുക. അതായത് ഒരു 90 ഡിഗ്രിയിൽ ഒരു ചെറിയ റൊട്ടേഷൻ. സോ കാര്യം എന്താ? ദേ ആർ ഡിഫറെന്റ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആകെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എന്താണ്? ഒരു മോളിക്യൂൾ ഒരു ഫിഷർ പ്രൊജക്ഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോൺഫിഗറേഷൻ മാറാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രോസസ്സേ ഉള്ളൂ. എന്താണ്? 180 ഡിഗ്രി. അതായത് പേപ്പറിൽ വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ പേപ്പറിൽ റൊട്ടേറ്റ് ചെയ്യല്ലേ, ഇങ്ങനെ പേപ്പറിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഇതിന്റെ ഇന്റർ കൺവേർഷൻ ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്.
ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ പറയൂ സാർ, ഈ വിഡ്ജും ഡാഷും ഇല്ലേ സാർ? അതില്ലേ, നമ്മൾ സി ഡി എന്ന് പറയുമ്പോ വിഡ്ജും പിന്നെ വേറെ ഡി പറയുന്നത് ഡാഷിലുമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് അത് റൈറ്റ് സൈഡിലാണോ സി വരിക, ലെഫ്റ്റ് സൈഡിലാണോ സി വരിക? നെക്സ്റ്റ് ക്ലാസ് പറഞ്ഞുതരാം. കൺവേർഷൻ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. അതിനൊരു നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ഫ്ലൈയിങ് വെഡ്ജ്. ഫ്ലൈയിങ് വെഡ്ജിനെ ഫിഷർ പ്രൊജക്ഷൻ ആക്കുന്നല്ലേ പറയുന്നത്? അതെ. അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതാണോ? രണ്ട് സ്ലൈഡ് ഇതില് എന്താ മാറ്റം വെച്ചാൽ ഇത് നമ്മുടെ ഫ്ലൈയിങ് വെഡ്ജ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇതിലും വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു ആക്സിസ് അസ്യൂം ചെയ്യാണ്. ഇതിലെ ഈ ബോണ്ടിലൂടെ ഒരു ആക്സിസ് അസ്യൂം ചെയ്യാണ്, റൈറ്റ്? എന്നിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, റൈറ്റ്? അപ്പൊ എന്താ മാറ്റം വരിക? അസ്യൂം ചെയ്തോ, ഈ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വരിക? സി ഈ ലെഫ്റ്റ് ഹാൻഡിലോട്ട് വരില്ലേ? ഇല്ലേ? ഇവിടെ എത്തില്ലേ? ഡി താഴ്ഭാഗത്ത് നിന്ന് മുകളിൽ വരില്ലേ? അതായത് ഈ പൊസിഷനിൽ വരില്ലേ? എ എന്ന് പറയുന്നത് അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും, പക്ഷെ അത് ഡൗൺവേർഡ് പോകും. ബി എന്ന് പറയുന്നതും ഡൗൺവേർഡ് പോകും. അപ്പൊ ഈ മാറ്റമല്ലേ സംഭവിക്കുക? ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇതുപോലെ ഒരു മോഡൽ ഉണ്ടാക്കി നിങ്ങൾ റൊട്ടേഷൻ ഒന്നുകൂടി പറയൂ സർ. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും വീഡിയോ ഉണ്ടോ നോക്കാം. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ജസ്റ്റ് കാണുന്നില്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈ മോളിക്യൂളിന്റെ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിൽ കണ്ടോ? ഇമാജിൻ ചെയ്തോ? ഇപ്പം ആദ്യത്തെ സ്ട്രക്ചർ എന്താ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന ബോണ്ടും ബി എന്ന് പറയുന്ന ബോണ്ടും ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്, റൈറ്റ്? സി എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്, അത് പേപ്പറിന് മുകളിലാണ്. ഡി എന്ന് പറയുന്നത് പേപ്പറിന് താഴെയാണ്, റൈറ്റ്? ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് സി എ എന്ന് പറയുന്ന ആക്സിസിൽ ബോണ്ടിലൂടെ ഒരു ആക്സിസ് അസ്യൂം ചെയ്തിട്ട് അതിനെ ഞാൻ ക്ലോക്ക് വൈസിൽ ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റം സംഭവിക്കുക? ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. എന്ത് മാറ്റം സംഭവിക്കുക? ഹോൾ മോളിക്യൂൾ, എൻ്റർ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് വരും, ഡിയും ഈ പൊസിഷനിലോട്ട് വരും, റൈറ്റ്? എ എന്ന് പറയുന്നത്
ഇങ്ങനെയുള്ള വി അല്ലേ, ഇത് മൊത്തത്തിൽ താഴോട്ട് പോകും. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് ഈ സിയും ഡിയും അപ്വേർഡിലോട്ട് വരും, എയും ബിയും ഡൗൺവേർഡിലോട്ട് പോകും. അതാ മാറ്റാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആവും. മനസ്സിലായോ? സർ സിയില്ലേ ഓൾറെഡി മേലെ തന്നെയല്ലേ, അപ്പൊ താഴെ പോവില്ല? ഇല്ല. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷന് ഞാൻ നമ്മളിവിടെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് മിനിറ്റ്, ഞാനൊരു അത് ഏതാണ് ചോദിച്ചത്? സി അല്ലേ? സി താഴെ പോവില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതൊന്നുകൂടി നീ മനസ്സിൽ കാണാം. ഇത് ഈ സ്ട്രക്ചറിൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എയും ബിയും ഉള്ളത്, റൈറ്റ്? ഫ്ലൈം വെഡ്ജില്, റൈറ്റ്? സി എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡില് ഭാഗത്തായിട്ട് മുകളിലോട്ടാണ് സി ഉള്ളത്. ഡി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡില് താഴോട്ടാണ് ഉള്ളത്, റൈറ്റ്? ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റാൻ സംഭവിക്കുന്നത്? റൊട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സി മുകളിൽ തന്നെ അത് എങ്ങോട്ട് വരും? എങ്ങോട്ട് വരും? ഈ ഭാഗത്തോട്ട് വരും. സി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ എങ്ങോട്ട് വരില്ലേ? ഡി താഴത്ത് നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരില്ലേ? അത് മനസ്സിലൊന്ന് അസ്യൂം ചെയ്ത് നോക്ക്. ആ സർ അപ്പൊ ഇത് ക്ലോക്ക് വൈസിൽ മാത്രമാണോ നടക്കുന്നത്? ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം, ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് മാറ്റാ സംഭവിക്കുക? എന്ത് മാറ്റാ സംഭവിക്കുക? സിയും ഡിയും ഇന്റർചേഞ്ച് ചെയ്യൂല്ലേ സർ? സിയും ഡിയും ഡൗൺവേർഡ് പോകും അല്ലേ? സിയും ഡിയും ഡൗൺവേർഡ് പോകും, എയും ബിയും അപ്വേർഡ് വരും. അപ്പൊ അവിടെ ഡാഷ് ഫോം വരും അല്ലേ സർ? അപ്പൊ ഡാഷ് ഫോമിലാണ് നമ്മൾ കൊടുക്കുക. അതിനനുസരിച്ച് ഫിഷർ പ്രൊജക്ഷൻ മാറും. ഓക്കെ. അപ്പൊ ഫിഷർ പ്രൊജക്ഷൻ എന്നുള്ളത് നമ്മൾ ഇതിനെ ഡയറക്റ്റ് എഴുതാന്നല്ല മീനിങ്. ഇവിടെ നോക്കുക, ഡാഷിലാണെങ്കിൽ മാത്രമേ വെർട്ടിക്കൽ ലൈനിൽ കൊടുക്കാൻ പറ്റൂ, വെഡ്ജിലാണെങ്കിൽ മാത്രമേ ഹൊറിസോണ്ടലിൽ കൊടുക്കാൻ പറ്റൂ. അതാണ് മീനിങ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? നമ്മള് അതെ, ഞാൻ പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു ഫിഷർ പ്രൊജക്ഷനിൽ ഹൊറിസോണ്ടലിലാണ് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുള്ളെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അത് രണ്ടും ഡാഷിലാണ്, സോറി വെഡ്ജിലാണ്. ഇനി വെർട്ടിക്കൽ ആണ് കൊടുത്തതെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ രണ്ട് ഗ്രൂപ്പും ഡാഷിലാണ്. അതാണ് അതിന്റെ മീനിങ്. അതായത് ഇതിന്റെ എക്സാക്ട് റെപ്ലിക്കേഷൻ ആണ് ഈ കൊടുത്തത്. എ ബി ഡി സി. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സാക്ട് കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ? സർ മനസ്സിലായി. താങ്ക് യു സർ. അതിനൊന്ന് ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിലോ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇതിന്റെ 3D വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സർ. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.